നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ദുരിതത്തിലായി നാട്ടുകാർ. തൃക്കൂർ പഞ്ചായത്തിലെ ആലേങ്ങാട് പാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം നിലച്ചു. തൃശൂർ അതിരൂപത ദർശന സഭ സമൂഹത്തിന്റെ 15ാമത് സംഗമവും പൊതുസമ്മേളനവും മാർച്ച് 15 നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള പ്രവാസി സംഘം കൊടകര ഏരിയയിലെ വരന്തരപ്പള്ളി, പാലപ്പള്ളി, നന്ദിപുലം മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പരാതി പറയുന്നവരോട് വ്യക്തമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയും ജല അതോറിറ്റിയുമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 10ലേറെ വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. കുടിവെള്ളത്തിനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കുമായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ടാങ്കറുകളിൽ എത്തിക്കുന്ന വെള്ളമാണ് വീടുകളിലെ ഏക ആശ്രയം. വാർഡ് 5 വടക്കേ കോടാലി പ്രദേശത്ത് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ഈ മേഖലയിൽ കിണറുകളിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. പൈപ്പ് വെള്ളം മാത്രമാണ് ഇവരുടെ ആശ്രയം. എന്നാൽ കൊയ്ത്തിനായി ഷട്ടർ അടച്ചതോടെ കിഴക്കേ കോടാലി, അന്നംപാടം പമ്പ് ഹൗസുകളിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെച്ചതാണ് ഇവർക്ക് പ്രതിസന്ധിയായത്. എല്ലാ വർഷങ്ങളിലും ഇത് പതിവാണെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കാറുണ്ടെന്നും എന്നാൽ പുതിയ ഭരണസമിതി ഇക്കാര്യത്തിൽ കാണിച്ച അലംഭാവമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും വാർഡ് മെമ്പർ രനി KR പറഞ്ഞു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങളുടെ പരാതി കേട്ട് വലിയ മാനസിക സംഘർഷം അനുഭവിക്കുമ്പോഴും പഞ്ചായത്ത് ഭരണസമിതിയുടെ നിസ്സംഗത തുടരുകയാണെന്ന് രനി ആരോപിക്കുന്നു. ഞാൻ മറ്റത്തൂർ പഞ്ചായത്തിലെ വടക്കേ കോടാലി 5ാം വാർഡിലെ മെമ്പറാണ്. നിലവിൽ നമ്മുടെ വാർഡിൽ ഭയങ്കര കടുത്ത വെള്ളത്തിന് ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു കുടിവെള്ള പ്രശ്നമാണ് ഉള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ആസൂത്രണങ്ങളോ അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു നടപടിയും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വാർഡിൽ ഇത്ര ഒരു കുടിവെള്ള പ്രശ്നം നമ്മുടെ വാർഡിലുണ്ടായത്. ഇതൊരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ എൻ്റെ ഒരു കർത്തവ്യമാണ്. കാരണം ഇത്തരം ജനങ്ങളുടെ സംരക്ഷണം, ക്ഷേമം എന്ന് പറയുന്നത് എൻ്റെ ഒരു കർത്തവ്യത്തിൽപ്പെട്ട കാര്യമായതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ ഏതറ്റം വരെയും മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. എല്ലാ വർഷവും നമുക്ക് കുടിവെള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയ്ത്ത് തുടങ്ങുന്ന സമയത്ത് കൃത്യമായ ആസൂത്രത്തോടുകൂടി നമുക്ക് മുന്നറിയിപ്പ് തരാറുണ്ട്. വാർഡുകളിലേക്ക് ഇന്ന സമയത്ത് കൊയ്ത്ത് വരുന്നെന്നും അതുപോലെ തന്നെ അതിന് മുന്നോടിയായിട്ട് വെള്ളത്തിന്റെ ഇങ്ങനെ പ്രശ്നം വരുമെന്നും നമുക്ക് മുന്നോടിയായിട്ട് നമുക്ക് ഒരു അറിയിപ്പ് തരാറുണ്ട്. ഈ വർഷം നമുക്ക് അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. അതുമൂലം നമ്മുടെ വാർഡിൽ കടുത്ത വെള്ളത്തിന് കുടിവെള്ള പ്രശ്നം വരികയും രൂക്ഷമായിട്ട് നമ്മളൊരു പ്രതിനിധി എന്ന രീതിയിൽ കടുത്തൊരു മാനസിക സംഘർഷം തന്നെ നമുക്ക് പറയാം. ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റേണ്ട അറ്റം വരെ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള നടപടികൾ മുകളിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അതിനുള്ള ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് അതിനുള്ള നടപടി മുന്നോട്ടായിട്ട് ഉണ്ടാവണമെന്നും അത് നമുക്കൊരു ഫോൺ വരെ നമുക്ക് കറക്റ്റ് ഒരു 6:30 തുടങ്ങി നമുക്ക് ഫോൺ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് ഈ ഫോണിൽ ഇവർക്ക് മറുപടി പറയുന്നതിൽ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കുടിവെള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഒരു അത്യാവശ്യമാണ്. അത് നിറവേറ്റി കൊടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. പക്ഷെ അത് ഭരണാധികാരികൾ അതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടിവെള്ളം മാത്രമാണ് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നതെന്നും വസ്ത്രങ്ങൾ കഴുകുവാനും മറ്റു ആവശ്യങ്ങൾക്കുമായി ബന്ധുവീടുകളിലേക്ക് പോകേണ്ട സ്ഥിതിയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഉയർന്ന പ്രദേശമായ ഇവിടേക്ക് നാളുകളായി പൈപ്പുകളിൽ വെള്ളം ലഭിക്കുന്നില്ലെന്നും പമ്പ് ചെയ്തിട്ടും വീടുകളിലേക്ക് വെള്ളം എത്താത്തതിന്റെ കാരണം എന്താണെന്ന് ജല അതോറിറ്റിക്ക് കണ്ടെത്താനായിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഞങ്ങൾ 5ാം വാർഡിൽ മാസങ്ങളായിട്ട് വെള്ളമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കൊയ്ത്ത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് വെള്ളം വരാത്തത്. അപ്പോൾ സാധാരണ കൊയ്യുമ്പോൾ ആ കൊയ്ത്ത് എന്ന് തുടങ്ങുമെന്ന് ഇവർക്കറിയാലോ. അതിന് മുൻകൂട്ടി നമുക്കൊന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു പ്രിപ്പറേഷൻ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് ഒരു മാസത്തോളമായിട്ട് വെള്ളം ഇവിടെ വരുന്നില്ല. അപ്പോൾ മെമ്പറോട് പറഞ്ഞ മെമ്പറുടെ ഒരു എന്താ പറയുക, അവരുടെ താല്പര്യപ്രകാരം അവർ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വണ്ടിയിൽ വെള്ളം വരുന്നത്. അത് നമുക്ക് കുടിവെള്ളം മാത്രമാണ് കിട്ടണത്. അത് എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ഈ കുടിവെള്ളത്തിൻ്റെ രൂക്ഷമായ ക്ഷാമം
അത് പരിഹരിക്കാൻ ഒരു മെമ്പർ എന്ന നിലയിൽ മെമ്പർ മാത്രമല്ല പഞ്ചായത്ത് അധികാരികളിൽ ഇത് ഇടപെട്ട് ഇതിൽ ശാശ്വതമായൊരു പരിഹാരം ഞങ്ങൾക്ക് വേണം. കാരണം 5-ാം വാർഡിലാണിത്. ഞങ്ങൾ ഈ പള്ളിക്കുന്ന് ഭാഗത്ത് വെള്ളം ഇപ്പൊ കിട്ടാതെ ആയിട്ട് പറയണെങ്കിൽ 10-26 ദിവസം കഴിഞ്ഞു. അതായത് കൊയ്ത്ത് കാരണമാണ് വെള്ളം വരാത്തതെന്ന് പറയണെങ്കിലും കൊയ്ത്തിന് മുമ്പ് നവംബർ മാസം തുടങ്ങി ഞങ്ങൾക്ക് വെള്ളം കിട്ടണില്ല. ഞങ്ങൾ ഈ പൈപ്പ് കണക്ഷൻ പുതിയതായിട്ട് പൈസ ചെലവാക്കി എടുത്തതാ. എന്നാലും അത് വെള്ളം ആ ഇടക്കൊക്കെ ഞങ്ങൾക്ക് നല്ലോണം വന്നിരുന്നു. ഇപ്പൊ ഒരു നവംബർ മാസം ആയി തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് വെള്ളം തീരെ കയറണില്ല. ആഴ്ചയിൽ 1 ദിവസം 2 ദിവസമൊക്കെ ഞങ്ങൾക്ക് വെള്ളം മുകളിലേക്ക് കയറിയിരുന്നുള്ളൂ. അതാ രാത്രി 2 മണിക്ക് അലാറം വെക്കണം, 3 മണിക്ക് അലാറം വെച്ച് ഇത്രേച്ച് കിട്ടിയാലായി തന്നെ. ഒട്ടും തീരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടാണ്ടായി. വാട്ടർ അതോറിറ്റിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും വെള്ളം നിങ്ങൾക്ക് അങ്ങോട്ട് കയറാത്തത് കുന്നായതാണെന്ന് പറഞ്ഞു. കുന്നായത് കൊണ്ട് തന്നെയല്ല, ഞങ്ങൾക്ക് ആദ്യം അത് വാട്ടർ കണക്ഷൻ എടുത്തിരുന്നപ്പോ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കറക്റ്റ് വെള്ളം വന്നിരുന്നതാ. പിന്നെ എന്താണെന്ന് അറിയില്ല, ഇപ്പൊ വെള്ളം ഞങ്ങൾക്ക് വന്നില്ല. അതുകൊണ്ട് ഇതിനുള്ള എന്തെങ്കിലും ഒരു ഉപാധി ഞങ്ങൾക്ക് എന്തായാലും സാധിച്ചു തരണം. അതിനുവേണ്ടി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ട ബാധ്യത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കാണെന്നും പറഞ്ഞ് ഭരണസമിതി ഒഴിഞ്ഞു മാറുകയാണെന്നും വലിയ അലംഭാവമാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു ആരോപിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് 13 വാർഡുകളിലായിട്ട് വലിയ രീതിയിലുള്ള കുടിവെള്ളക്ഷാമം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്തിനകത്ത് 3 പമ്പ് ഹൗസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മുടെ ആറ്റപ്പള്ളിയിലുണ്ട്, അതുപോലെ തന്നെ കിഴക്കേ കോടാലി, അന്നമ്പാടം എന്നിയ പമ്പ് ഹൗസുകളാണുള്ളത്. ആ 3 പമ്പ് ഹൗസുകളിൽ നിന്നാണ് നമ്മുടെ പഞ്ചായത്തിനേക്ക് അകത്തുമായിട്ടുള്ള വെള്ളം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കോടാലിയിലുള്ള പമ്പ് ഹൗസിൽ നിന്ന് 13 വാർഡുകളിലേക്കാണ് വെള്ളം ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പമ്പ് ഹൗസിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളം ലഭ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവിടെ ഒരു പാടശേഖര സമിതിയുണ്ട്. ആ സമിതിയുമായി ബന്ധപ്പെട്ട് അവർ കൃഷി ഇറക്കിയതിൻ്റെ ഭാഗമായി അത് കൊയ്യുന്നതിന് വേണ്ടിയുള്ള സമയം വളരെയധികം വൈകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കിണറുകളിൽ വെള്ളം സുലഭമായി ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. മുൻകാലങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി മുൻകാലങ്ങളിൽ എടുത്തുപോയിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ആ പാടശേഖര സമിതിയുടെ യോഗം വിളിച്ചു ചേർക്കുകയും അത് നേരത്തെ തന്നെ കൊയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് മുൻകാല ഭരണസമിതികളൊക്കെ ചെയ്തു പോയിട്ടുള്ളത്. ഡിസംബറിൽ തന്നെ അത് കൊയ്ത്ത് കഴിയും. അപ്പോൾ ജനുവരി ആദ്യം തന്നെ ആ പാടശേഖരത്തിലേക്ക് ആ തോട്ടിൽ നിന്ന് വെള്ളം വരികയും അവിടെ പമ്പ് ചെയ്യുന്ന കിണറ്റിൽ നല്ല രീതിയിലുള്ള ഒറുണ്ടാവുകയും അതിൽ നിന്ന് വെള്ളം യഥേഷ്ടം പമ്പ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ വർഷത്തെ ഇപ്പോൾ ഭരണസമിതി എന്ന രീതിയിൽ അത്തരത്തിലുള്ളൊരു യോഗം വിളിച്ചു ചേർക്കുകയോ അത് നേരത്തെ കൊയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് കോടാലി പമ്പ് ഹൗസിൽ നിന്ന് ഇപ്പോൾ 24 മണിക്കൂറും പമ്പ് ചെയ്യേണ്ട പമ്പ് ഹൗസിൽ ഇപ്പോൾ 3 മണിക്കൂറാണ് നമുക്ക് ഇപ്പോൾ പമ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കുടിവെള്ളക്ഷാമമാണ് ഇപ്പോൾ കോടാലി പട്ടണത്തിലടക്കം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. എൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരുന്നതാണ് ഈ കുടിവെള്ളം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരുകയും കുടിവെള്ള പ്രശ്നം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ ക്രമപ്രശ്നം ഉന്നയിച്ചിട്ടുള്ളതാണ്. വാട്ടർ അതോറിറ്റികളെ എയും AX അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി യോഗം ചേരുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ചെയർമാൻ എന്ന രീതിയിൽ നമുക്ക് നേതൃത്വം കൊടുത്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം കൊയ്ത്ത് പൂർണ്ണമായെന്നും വരും ദിവസങ്ങളിൽ പമ്പിംഗ് പുനരാരംഭിക്കുന്നതോടെ കുടിവെള്ളത്തിന്റെ പ്രതിസന്ധി തീരുമെന്നുമാണ് ഭരണസമിതിയുടെ മറുപടി. വേനൽ കടുത്തതോടെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ് മറ്റത്തൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ. പഞ്ചായത്തിലെ ഏറ്റവും ആദ്യത്തെ കുടിവെള്ള പദ്ധതിയായ കിഴക്കേ കോടാലി കുടിവെള്ള പദ്ധതിയിൽ നിന്ന് അന്ന് നിർമ്മിച്ച 50,000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിൽ നിന്ന് തന്നെയാണ് പഞ്ചായത്തിലെ 11ഓളം വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉപഭോക്താക്കളുടെ എണ്ണം അന്നത്തേക്കാൾ ഇരട്ടിയായതായാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. ഏതായാലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ ജനപ്രതിനിധികളടക്കം നെട്ടോട്ടത്തിലാണ്. ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് കുടിവെള്ള വിതരണത്തിന്റെ പാളിച്ചയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഏതായാലും ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ കുടിവെള്ള വിതരണത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തൃക്കൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ കല്ലൂർ ഭരത വഴിയിൽ ആലേങ്ങാട് പാലത്തിനു സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം നിലച്ചു. ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം.
പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇവിടെ പാഴാകുന്നത്. പൈപ്പിൻ്റെ ജോയിൻ്റ് തകർന്നതാണ് പൈപ്പ് പൊട്ടാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. ശക്തമായി വെള്ളം കുത്തിയൊഴുകുന്നത് ശോച്യാവസ്ഥയിലായ ആലയങ്ങാട് പാലത്തിന് കൂടുതൽ തകർച്ച സംഭവിക്കുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. വെള്ളാനിക്കോട്, മുട്ടിത്തടി, ആലയങ്ങാട്, മാവിൻചുവട്, പാലക്കപ്പറമ്പ്, ആദൂർ, കാവല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണത്തെയും ഇത് ബാധിക്കും. വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മർച്ചന്റ് നേവിയിൽ ജോലി ലഭിച്ച് വിദേശത്തേക്ക് പോയ പയ്യാക്കര കുന്നത്തുപാടം സ്വദേശിയായ യുവാവിൻ്റെ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് കുടുംബത്തിൻ്റെ പരാതി. അളകപ്പനഗർ പഞ്ചായത്തിലെ വരന്തരപ്പള്ളി കുന്നത്തുപാടം കാഞ്ഞിരത്തുംകുന്നിൽ ജിജോ ജോണിൻ്റെ മകൻ ജോയൽ ജിജോയെ കുറിച്ചാണ് 2 ആഴ്ചയായി വിവരം ഒന്നുമില്ലാത്തത്. ഇറാൻ യുദ്ധം നടക്കുന്ന മേഖലയിലാണ് കപ്പലിൽ എത്തിയിരുന്നുവെന്ന് ജോയൽ കുടുംബത്തെ അറിയിച്ചിരുന്നു. മകനെ കണ്ടെത്താൻ അടിയന്തര സഹായം തേടി കുടുംബം എംബസി ഉൾപ്പെടെയുള്ള അധികൃതരെ സമീപിച്ചു. പാലക്കാടുള്ള ഏജൻസി മുഖേന ഡൽഹി ആസ്ഥാനമായുള്ള അക്വ ഓഷ്യൻ ഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന കമ്പനിയിലാണ് ജോയലിന് ജോലി ലഭിച്ചത്. ഈ മാസം 13-ാം തീയതിയാണ് ജോയൽ നാട്ടിൽ നിന്നും യാത്ര തിരിച്ചത്. ഷാർജയിൽ എത്തിയ ശേഷം ബ്ലാക്ക് ലെപ്പാർഡ് എന്ന കപ്പലിൽ ട്രെയിനി ഡെക്ക് റൈറ്റിംഗ് വോസ് ആയി ജോലിയിൽ പ്രവേശിച്ചതായി ജോയൽ വീട്ടുകാരെ അറിയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹത്തെക്കുറിച്ച് വിവരം ഒന്നുമില്ല. മാർച്ച് 2-ാം തീയതി രാത്രിയാണ് അവസാനമായി ബന്ധപ്പെട്ടത്. ഒരു അന്താരാഷ്ട്ര നമ്പറിൽ നിന്നും വിളിച്ച് താൻ സുരക്ഷിതനാണെന്നും പേടിക്കേണ്ടതില്ലെന്നും ജോയൽ പറഞ്ഞു. യുദ്ധം നടക്കുന്ന സാഹചര്യമായതിനാൽ ഇസ്രായേൽ ഇറാൻ അതിർത്തി പ്രദേശത്താണ് താനെന്നും ഫോൺ വിളിച്ചാൽ കിട്ടില്ലെന്നും ജോയൽ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം 2 ആഴ്ചയായിട്ടും യാതൊരു വിവരവും ലഭിക്കാത്തതാണ് കുടുംബത്തെ ആശങ്കയിലാക്കുന്നത്. ലക്ഷങ്ങൾ ചിലവാക്കിയാണ് ജോയലിനെ വിദേശത്തേക്ക് ജോലിക്കായി അയച്ചത്. ആദ്യമായാണ് ഇദ്ദേഹം വിദേശത്തേക്ക് പോകുന്നത്. മകനെ തിരികെ എത്തിക്കാൻ സർക്കാരിൻ്റെയും അധികൃതരുടെയും ഇടപെടൽ വേണമെന്നാണ് പിതാവ് ജിജോ ജോൺ അപേക്ഷിക്കുന്നത്. അളകപ്പനഗർ പഞ്ചായത്ത് അംഗം ഷൈനി ജിജോയുടെയും മുൻ പഞ്ചായത്ത് അംഗം ജിജോ ജോണിൻ്റെയും മകനാണ് 21-കാരനായ ജോയൽ ജിജോ. വരാക്കര കാളക്കല്ലിൽ മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചേലൂക്കാരൻ വീട്ടിൽ ബാബുവിന്റെ മകൻ അനന്തുവാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. 2 മാസം മുൻപാണ് മരത്തിൽ നിന്ന് വീണ് അനന്തുവിന് പരുക്കേറ്റത്. അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന അനന്തു വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിരുന്നു. മലപ്പുറത്തെ സ്വകാര്യ ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ ചികിത്സയ്ക്കിടെയാണ് മരണം സംഭവിച്ചത്. ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. ഷൈലയാണ് അനന്തുവിന്റെ അമ്മ. സഹോദരി ആതിര. അനന്തുവിന്റെ സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വടൂക്കര ശ്മശാനത്തിൽ നടക്കും. ഇരിഞ്ഞാലക്കുടയിൽ കാറിനുള്ളിൽ 57-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട ആസാദ് റോഡിൽ കുറ്റിക്കാടൻ വീട്ടിൽ ജോസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസമായി വാടകയ്ക്ക് മുല്ലക്കാടാണ് ജോസും കുടുംബവും താമസം. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ ഗാന്ധിഗ്രാമിൽ മുല്ലക്കാട് അംഗൻവാടിക്ക് സമീപം നിർത്തിയിട്ട കാറിനുള്ളിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തൃശൂർ അതിരൂപത ദർശന സഭാ സമൂഹത്തിൻ്റെ 15ാമത് സംഗമവും പൊതുസമ്മേളനവും മാർച്ച് 15-ന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 15 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിൽ രജിസ്ട്രേഷനോടുകൂടി ആരംഭിക്കുന്ന സംഗമത്തിന്റെ പതാക ഉയർത്തൽ തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും. തുടർന്ന് വിശുദ്ധ ബലി അർപ്പിക്കും. ദിവ്യബലിക്ക് ശേഷം പള്ളി ചുറ്റി നടക്കുന്ന പ്രദക്ഷിണം പൊതുസമ്മേളന ഹാളിൽ എത്തിച്ചേരും. പൊതുസമ്മേളനം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജേസൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്യും. അസംഷൻ പള്ളി വികാരി ഫാദർ ആൻഡോ ചിരിയങ്കണ്ടത്ത് അധ്യക്ഷനാകും. അതിരൂപത ദർശന സഭ സമൂഹം ഡയറക്ടർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും വിവാഹ ജീവിതത്തിന്റെ 25-50 വാർഷികങ്ങൾ ആഘോഷിക്കുന്നവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയം കൈവരിച്ച ദർശനസഭാ സമൂഹം അംഗങ്ങളെയും 100 വർഷം പൂർത്തീകരിച്ച ഇടവകകളെയും പ്രത്യേകം ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ അസംഷൻ പള്ളി വികാരി ഫാദർ ആൻഡോ ചിരിയങ്കണ്ടത്ത്, അതിരൂപത ദർശനസഭാ സമൂഹം പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല, സെക്രട്ടറി CC വിൻസെന്റ്, ജനറൽ കൺവീനർ ജെയിംസ് തീതായി, യൂണിറ്റ് പ്രസിഡന്റ് ഷാജോഷ് തൈവളപ്പിൽ എന്നിവർ പങ്കെടുത്തു. അനുഷ്ഠാനങ്ങൾക്ക് നിറം ചാർത്തുന്ന
ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംഘടനയാണ് ദർശന സമൂഹം. അതുകൊണ്ട് തന്നെ വിശ്വാസ ജ്വാല കത്തിപ്പടർത്താൻ വേണ്ടി ഒരുപാട് യത്നിക്കുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ ആത്മീയ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഈ ദർശന സഭാ സമൂഹം എല്ലാവരും ഒന്നിച്ചുകൂടുന്ന ഒരു വലിയ കൺവെൻഷനാണ് ഈ ഞായറാഴ്ച നടക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലേക്ക് എത്തിച്ചേരുന്നു. തൃശ്ശൂർ അതിരൂപതയിലെ ഏകദേശം 100ഓളം പള്ളികളിൽ നിന്ന് ഏകദേശം 4500ഓളം പേരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് രാവിലെ മുതൽ നമ്മുടെ വിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ അതിനുശേഷം ഒരു മീറ്റിങ്ങും ഒരു വലിയ കൂട്ടായ്മയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുക. രൂപതയിൽ ഒരു 100ഓളം പള്ളികളിൽ അതിരൂപത ദർശന സമൂഹം അംഗങ്ങളുണ്ട്. ഒരു 5000-ൽ പരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാ കൺവെൻഷനാണ് ഞായറാഴ്ച ഇവിടെ അരങ്ങേറുന്നത്. ഈ സമ്മേളനത്തെക്കുറിച്ചും എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ആൻഡോ ചിരിയകണ്ടത്തച്ഛൻ അച്ഛൻ ദീർഘകാലം വിദേശത്തായിരുന്നു. അച്ഛൻ വന്ന് ആദ്യമായി ചാർജ് എടുത്തിട്ട് ഏറ്റവും വലിയൊരു സംഗമത്തിലേക്കാണ് അച്ഛൻ സാക്ഷ്യം വഹിക്കുന്നത്. അച്ഛൻ്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയിലെ തന്നെ ചന്തം ചാർത്തുന്ന ഭക്തസംഘടനയായ ദർശന സഭാ സമൂഹത്തിൻ്റെ 15ാമത് മഹാസംഗമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. നമുക്കറിയാവുന്ന പോലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ചിട്ടുള്ള ദർശന സഭാ സമൂഹം അംഗങ്ങൾ 25ാം വാർഷികം, 50ാം വിവാഹ വാർഷികം, 50ാം അംഗത്വ വാർഷികം, 25ാം അംഗത്വ വാർഷികം, അതുപോലെ +1, +2 എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കൊക്കെയും മൊമെൻറ്റോ തയ്യാറാക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെയും വളരെ നല്ല രീതിയിൽ തന്നെ വിവിധ കമ്മിറ്റികളെ രൂപപ്പെടുത്തി അവസാനവട്ട മിനിറ്റുകളിൽ എത്തി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ അംഗങ്ങളെയും ഈ മഹാസംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അസംഷൻ ചർച്ച് പള്ളിക്കുന്നിൽ നടക്കുന്നു. 9:40 ആൻഡ്രൂസ് പിതാവിനെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ 10 മണിക്ക് വിശുദ്ധ കുർബാന. മുഖ്യ കാർമ്മികൻ ആൻഡ്രൂസ് പിതാവും പിന്നെ പരന്തരപ്പള്ളി പള്ളിക്കുന്ന് വികാരി ആൻഡോ ചിരിയങ്കണ്ടത്തച്ഛനും തൃശ്ശൂർ ദർശന സഭ അതിരൂപത ഡയറക്ടർ പോൾസൺ പാലത്തിങ്കലച്ഛനുമാണ് ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം പൊതുസമ്മേളനം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുസമ്മേളനം ആരംഭിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്നത് മോൺസിനോർ ഫാർ ജെയ്സൺ പൂനംപ്ലാക്കിലച്ഛനാണ്. എല്ലാവരെയും ഈ വിശുദ്ധ കുർബാനയിലേക്കും പൊതുസമ്മേളനത്തിലേക്കും. കാരിക്കുളം കടവിൽ പാലം പണിയാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും പാലം നിർമ്മാണം ആരംഭിക്കാത്തതിനെതിരെ പരാതിയുമായി മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ. കാരിക്കുളം കടവിൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി വീണ്ടും മനുഷ്യാവകാശ കമ്മീഷന് നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് പ്രദേശവാസി കൂടിയായ സുരേഷ് ചെമ്മനാടൻ. 1976 മുതൽ തന്നെ കാരിക്കുളം കടവിൽ പാലം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കച്ചേരിക്കടവ് പാലത്തിന് മുൻപേ തന്നെ ഇവിടെ പാലം വേണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. കാരിക്കുളം കടവിൽ പാലം നിർമ്മിച്ചാൽ കാനാറ്റുപാടം സ്കൂൾ, ചിമ്മിനി ഡാം, വിവിധ ആരാധനാലയങ്ങൾ, അതിരപ്പള്ളി, വെള്ളിക്കുളങ്ങര, കോടാലി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഏറെ എളുപ്പമാകും. പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ സൗകര്യമാകും. ഈ സാഹചര്യത്തിൽ കാരിക്കുളം കടവിൽ പാലം നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷനിൽ നിവേദനം നൽകിയതെന്ന് സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. ലിറ്റിൽ കൈറ്റ് സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിന് മികച്ച നേട്ടം. തുടർച്ചയായി 4ാം തവണയും ജില്ലയിലെ മികച്ച യൂണിറ്റായി മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുവിദ്യാലയങ്ങളിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് നടപ്പിലാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയിലെ സംസ്ഥാനതല അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. മാതാ ഹൈസ്കൂൾ മണ്ണമ്പേട്ട ജില്ലയിലെ മികച്ച യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായ 4ാം തവണയാണ് മണ്ണമ്പേട്ട ഹൈസ്കൂൾ ഈ നേട്ടത്തിന് അർഹരാകുന്നത്. ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ജില്ലയിലെ 193 ഹൈസ്കൂളുകളിലാണ് നിലവിൽ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളുള്ളത്. ജില്ലാതലത്തിൽ 1ാം സ്ഥാനക്കാർക്ക് 40,000 രൂപയാണ് ക്യാഷ് അവാർഡ്. പുരസ്കാര തുകയ്ക്ക് പുറമെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ട്രോഫിയും പ്രശംസാപത്രവും ലഭിക്കും. ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ അവസരം ലഭിച്ച തരുൺ മഹേഷ്, ദേവനന്ദ എന്നിവരുടെ നേതൃത്വത്തിൽ 8, 9, 10 ക്ലാസ്സുകളിലെ 121 കുട്ടികളാണ് ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായുള്ളത്. അധ്യാപകരായ ഫ്രാൻസിസ് തോമസ്, പ്രിൻസി EP എന്നിവരാണ് കൈറ്റ് മെൻറ്റേഴ്സ്.
സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കുമായി സ്മാർട്ട് ID കാർഡ് നിർമ്മാണം, ഗ്രോ ബാഗ് കൃഷി, മാതാപിതാക്കൾക്കായി AI സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള പഠന ക്ലാസ്, എൻ്റെ കേരളം എക്സ്പോയിൽ അവതരിപ്പിച്ച തീപിടുത്തമുണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ആധുനിക ഫയർ എഞ്ചിൻ്റെ പ്രദർശനം, ഫീൽഡ് വിസിറ്റുകൾ, മറ്റ് സ്കൂളുകളിലെ കുട്ടികളുമായി സംവാദം, സ്കൂൾ കലോത്സവം, ആനുവൽ ഡേ എന്നിവയുടെ ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് മികവിന് പരിഗണിക്കപ്പെട്ടത്. കുട്ടികളുടെ നേട്ടത്തിൽ വലിയ അഭിമാനമുണ്ടെന്ന് പ്രധാനാധ്യാപകൻ തോമസ് മാസ്റ്റർ പറഞ്ഞു. തുടർച്ചയായി 4ാമത്തെ വർഷവും മാതാ ഹൈസ്കൂൾ മണ്ണമ്പേട്ട തൃശ്ശൂരിലെ ഏറ്റവും മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സന്തോഷത്തിൽ ഏറ്റവും നന്ദിയോടെ ഓർക്കേണ്ടത് ഞങ്ങളുടെ ഈ സ്കൂളിലെ 121 LK വിദ്യാർത്ഥികളെയും അവരെ മെൻറ്റേഴ്സായിട്ടുള്ള ഫ്രാൻസിസ് തോമസ് മാസ്റ്ററും പ്രിൻസി പി ടീച്ചറെയും കൂടെ സഹകരിച്ച മറ്റ് അധ്യാപകരെയും എല്ലാവരെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കൊല്ലം മുഴുവൻ നീണ്ടു വന്ന ഈ പരിപാടിയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാംസാണ് ഈ അവാർഡ് നിർണയത്തിൽ പരിഗണിച്ചിട്ടുള്ളത് ഞങ്ങൾക്കറിയാം. ഏതായാലും മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അംഗീകാരമാണ് മാതാ ഹൈസ്കൂളിന് കിട്ടിയത്. വളരെയധികം സന്തോഷിക്കുന്നു. സ്കൂളിലെ അധ്യാപകർ നൽകിയ പിന്തുണയിൽ മികച്ച നേട്ടം കൈവരിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങൾ TH യൂണിറ്റിന് ഫസ്റ്റ് കിട്ടിയതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. 4ാമത്തെ തവണയാണ് ഞങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് കിട്ടണേ. പിന്നെ ഞങ്ങൾക്ക് ഇതിനെല്ലാത്തിനും പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പ്രചോദനം തന്നത് ഫ്രാൻസിസ് മാഷും പ്രിൻസി ടീച്ചറുമാണ്. പിന്നെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് HM ഉണ്ടായി. ഞങ്ങൾ കുറേ ക്ലാസ്സുകൾ നൽകുകയും പിന്നെ അതുപോലെ കുറേ ആക്ടിവിറ്റീസുകൾ ചെയ്യുകയുണ്ടായി. പേരൻസിന് അവയർനെസ് ക്ലാസ് ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. പിന്നെ ID കാർഡ് നിർമ്മാണം, സ്കൂൾ വീക്ക് അപ്ഡേഷൻ, പിന്നെ ആനുവൽ ഡേക്ക് ലിറ്ററേറ്റ്സിൻ്റെ ഭാഗമായിട്ട് കുറേ പരിപാടികൾ ചെയ്യാറുണ്ട്. വരും വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഇതിൽ നന്നായി ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏറ്റവും മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇനിയും ഞങ്ങൾക്ക് അടുത്ത കൊല്ലങ്ങളിൽ ഇത് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് ലഭിച്ചിരുന്നത്. ഇനിയും അത് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. പ്രിൻസി ടീച്ചറും ഫ്രാൻസിസ് മാഷും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ തോമസ് സാറും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് പുതിയ പുതിയ ഇന്നോവേറ്റീവായ പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റി. ഈ വട്ടം ഞങ്ങളുടെ സ്കൂളിൽ ID കാർഡ് നിർമ്മാണം ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. വിഷരഹിത പച്ചക്കറി, LED നിർമ്മാണം, ഫീൽഡ് ട്രിപ്പുകൾ, അങ്ങനെ കുറേയധികം പരിപാടികൾ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. ഇനിയും ഇത് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകയാണ്. യൂണിറ്റുകളുടെ ദൈനംദിന പ്രവർത്തനം, സാമൂഹിക ഇടപെടൽ, സ്കൂൾ വിക്കി, ഹൈടെക് ക്ലാസ് റൂം പരിപാലനം തുടങ്ങി 16 മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാണ് കൈറ്റ് CEO K. അൻവർ സാദത്ത് ചെയർമാനായ സമിതി അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്നും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ഇപ്പോൾ അർഹതയ്ക്കുള്ള അംഗീകാരമായി സംസ്ഥാന ലിറ്റിൽ കൈറ്റ്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ജില്ലയിലെ ഏറ്റവും മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ. ഏതായാലും വരും വർഷങ്ങളിൽ കൂടുതൽ മികവോടെ പ്രവർത്തിക്കാൻ ഇവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെടുമ്പാൾ കോന്തിപുരം കോൾ കർഷക സമിതിക്ക് അനുവദിച്ച 50 HP സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പ് സെറ്റിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. കർഷകരുടെ ദീർഘകാലമായുള്ള ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. കോന്തിപുരം കർഷക സമിതി പ്രസിഡന്റ് CK സജീബ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലർ TK ഷാജു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഗ്രികൾച്ചറൽ അനു റേ മാത്യു, പൊറത്തുശ്ശേരി കൃഷി ഓഫീസർ KP അഖിൽ, പറപ്പൂക്കര കൃഷി ഓഫീസർ അനീറ്റ, ധനുകുളം വെസ്റ്റ് കോൾ സമിതി പ്രസിഡന്റ് PK മെജോ, കോന്തിപുരം കോൾ കർഷക സെക്രട്ടറി CA ആൻഡ്രു എന്നിവർ പ്രസംഗിച്ചു. കേരള പ്രവാസി സംഘം കൊടകര ഏരിയയിലെ വരന്തരപ്പള്ളി, പാലപ്പള്ളി, നന്ദിപുരം മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി പൗണ്ടിൽ സംഘടിപ്പിച്ച സംഗമം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി TS താജുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ഫവാസ്,
കേരള പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ജോഷി സി മഞ്ഞളി, NB മോഹനൻ, NR സുകുമാരൻ, മുഹമ്മദ് അലി കുയിലൻതൊടി, EG സുബൻ, അബ്ദുൽ ലത്തീഫ്, ജെയ്സൺ ഐനിക്കാടൻ എന്നിവർ സന്നിഹിതരായി. കേരള യുക്തിവാദി സംഘം, AT കോവൂർ ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ മരണാനന്തര ശരീര അവയവദാതാക്കളുടെയും പ്രവർത്തകരുടെയും സംസ്ഥാനതല സംഗമം ഞായറാഴ്ച നെല്ലായിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശരീരദാനവും അവയവദാനവും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നെല്ലായി തച്ചുപറമ്പിൽ പൗലോസ് ഏർപ്പെടുത്തിയ എൻഡോവ്മെൻറ്റുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സംഗമം കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ ഡോക്ടർ ധർമ്മരാജ് ആടാട്ട് ഉദ്ഘാടനം ചെയ്യും. കോവൂർ ട്രസ്റ്റ് ചെയർമാൻ ഇരിങ്ങൽ കൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ജില്ലയിൽ 2 വർഷത്തിനിടെ മൃതശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകിയവരുടെ കുടുംബങ്ങളെ ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു ചടങ്ങിൽ ആദരിക്കും. അഡ്വക്കേറ്റ് സിസ്റ്റർ ലൂസി കളപ്പുര, കോവൂർ ട്രസ്റ്റ് സെക്രട്ടറി ധനുവച്ചപുരം സുകുമാരൻ, സംസ്ഥാന കോർഡിനേറ്റർ TK ശക്തിധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. ശരീര അവയവ ദാന സമ്മതപത്രം നൽകിയവർക്കുള്ള ഡോണർ കാർഡുകൾ തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ KK ഉഷ വിതരണം ചെയ്യും. ശരീര അവയവ ദാനത്തിനായി പുതിയ സമ്മതപത്രം കേരള ബാർ കൗൺസിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് KN അനിൽകുമാർ സ്വീകരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ രക്തം, വൃക്ക, മജ്ജ തുടങ്ങിയവ ദാനം ചെയ്യുന്നതുപോലെ മരണാനന്തരം കണ്ണുകളും മസ്തിഷ്ക മരണഘട്ടത്തിൽ അവയവങ്ങളും ദാനം ചെയ്യുക വഴി അനേകം പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വഴിയൊരുക്കുകയാണ് കഴിഞ്ഞ 16 വർഷമായി യുക്തിവാദി സംഘവും AT കോവൂർ ട്രസ്റ്റും ചെയ്തു വരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ C ചന്ദ്രബാബു, TK ശക്തിധരൻ, AR സതീഷ്, KS സുധാകരൻ, രാജൻ നെല്ലായി, K സുധാകരൻ എന്നിവർ പങ്കെടുത്തു. വിശ്വാസമോ ഒന്നും പ്രശ്നമില്ല. നമ്മൾ കഴിഞ്ഞ 16 വർഷമായിട്ട് നെല്ലായി കേന്ദ്രീകരിച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. അതിന് കാരണം നെല്ലായിലെ തച്ചുപറമ്പ് പൗലോസ് എന്നുള്ള ഒരു വ്യക്തി ഒരു എൻഡോമെന്റ് AT കോവൂർ ട്രസ്റ്റിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് അവയവദാനവും ശരീരദാനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ എൻഡോമെന്റ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അതിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് സിസ്റ്റർ ലൂസി കളപ്പുരയാണ്. ലൂസി കളപ്പുരയിൽ പങ്കെടുക്കാനുള്ള കാരണം നമുക്കറിയാം, ഒരു പട്ടം ഉപേക്ഷിച്ച ഒരു കന്യാസ്ത്രീയാണ്. മാത്രമല്ല അവർ എൻ്റെ മരണശേഷം എൻ്റെ മൃതശരീരം പള്ളിയിലെ തെമ്മാടിക്കുഴിക്കുള്ളതല്ല, കുട്ടികൾക്ക് പഠിക്കാനും എൻ്റെ അവയവങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനും വേണ്ടി പരസ്യമായിട്ട് പ്രഖ്യാപിച്ച നിലപാടെടുത്തുള്ള ഒരു വ്യക്തി കൂടിയാണ് സിസ്റ്റർ ലൂസി കളപ്പുര. അതുകൊണ്ട് തന്നെയാണ് മുഖ്യ അതിഥിയായിട്ട് സിസ്റ്റർ ലൂസി കളപ്പുര ഈ പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടത്തുന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോ സെൻസ് ശുചിത്വ പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TS അഭിലാഷ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനയം തോട്ടാപ്പള്ളി, ക്ഷേമകാര്യ സ്ഥിരം കമ്മിറ്റി അധ്യക്ഷൻ മിനി ദാസൻ, പ്രധാന അധ്യാപിക MK ഡൈനി, പഞ്ചായത്ത് അംഗം ജിൻസി റാഫേൽ, ഗിരിജ ശ്യാംകുമാർ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ ദേവസിക്കുട്ടി കുട്ടികൾക്ക് മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് ഹരിതസേന സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളുടെ അവതരണം നടത്തി. മികച്ച പ്രവർത്തനം, ഇടപെടൽ, പങ്കാളിത്തം, അവതരണം കാഴ്ചവെച്ച സെൻറ് ആന്റണീസ് UP വിദ്യാലയത്തിനെ മികച്ച വിദ്യാലയമായി തിരഞ്ഞെടുത്തു. എക്കോസെൻസ് സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് പ്രശംസാപത്രവും വിതരണം ചെയ്തു. തനിക്കെതിരെ പോസ്റ്റർ പതിച്ചതിൽ പോലീസിൽ പരാതി നൽകി മുൻ MPയും കോൺഗ്രസ് നേതാവുമായ TN പ്രതാപൻ. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. വ്യക്തിവിരോധം തീർക്കുന്നതിനും രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിനുമായാണ് പോസ്റ്റർ പതിച്ചതെന്നാണ് TN പ്രതാപൻ പരാതിയിൽ പറയുന്നത്. ഈ സംഭവത്തിന് പിന്നിലുള്ളവരെയും ഇവരുടെ ഉദ്ദേശലക്ഷ്യമെന്തെന്ന് കണ്ടെത്തണമെന്നും പ്രതാപന്റെ പരാതിയിൽ പറയുന്നു. കല്ലൂർ കിഴക്കേ സെൻറ് റാഫേൽസ് പള്ളിയിലെ സെൻറ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി തൃശൂരിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സഹകരണത്തോടെ ഞായറാഴ്ച രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. കല്ലൂർ സെൻറ് റാഫേൽസ് UP സ്കൂളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടത്തുന്നത്. രജിസ്ട്രേഷനായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9400550545. അടുത്ത നമ്പർ 9746247926. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ സൗജന്യം വൈദ്യ പരിശോധന ക്യാമ്പ് നടത്തി.
ഷാജു ആന്റണി പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത് അധ്യക്ഷത വഹിച്ചു. പേരാമ്പ്ര പള്ളി വികാരി ഫാദർ സെബി കാഞ്ഞിലശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പ് മാനേജർ ജോസ് തൊമ്മാന, സോൺ ചെയർമാൻ PD ജോൺസ്, ക്ലബ്ബ് സെക്രട്ടറി ജോണി മാഞ്ഞാങ്ങ, ക്യാമ്പ് കോർഡിനേറ്റർ VA ജോസ്, ക്ലബ്ബ് ട്രഷറർ ഷിബു ജോൺ, മീഡിയ കോർഡിനേറ്റർ KO വർഗീസ്, ക്ലബ്ബ് കോർഡിനേറ്റർ PA വർഗീസ്, വൈസ് പ്രസിഡന്റുമാരായ ടോക്സി ബോസ്, ജിജോ ഉർവത്ത് എന്നിവർ നേതൃത്വം നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്ത്യൻ ആർമിയുടെ അഗ്നിപഥ് സ്കീമിന് കീഴിൽ 2026-27 വർഷത്തെ അഗ്നിവീർ പ്രവേശനത്തിനായി ജില്ലയിലെ അവിവാഹിതരായ പുരുഷ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 1 ഓൺലൈനായി അപേക്ഷ ലഭ്യമാക്കണം. ഓൺലൈൻ പരീക്ഷയ്ക്കുള്ള തീയതികൾ പിന്നീട് അറിയിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലാൻഡ് ലൈൻ 04-935 2383-853, മൊബൈൽ 8848859382. തൃശൂർ എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ജോബ് ഡ്രൈവ് നടക്കും. 2 പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി 75-ലധികം തൊഴിൽ അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി തൃശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,970 രൂപ, പവന് 1,19,760 രൂപ. ചെങ്ങാലൂർ പൊന്തോക്കൻ ജേക്കബ് ഭാര്യ ആനി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബെന്നി, ഷാജു, ബാബു എന്നിവർ മക്കളും സിജി, അൽഫോൻസ, സ്മിത എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് പുല്ലുപറമ്പിൽ ഫെലിക്സ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് പുതുക്കാട് സെൻറ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ക്രിസ്റ്റീനയാണ് ഭാര്യ. മക്കൾ ആൽഡ്രിച്ച്, ആൻസൺ. മുപ്ലിയം എളന്തോളി വേലായുധൻ ഭാര്യ കാർത്യായനി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനന്ദപുരം എടക്കളത്തൂർ കളരിക്കൽ കുമാരൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ദുരിതത്തിലായി നാട്ടുകാർ. തൃക്കൂർ പഞ്ചായത്തിലെ ആലേങ്ങാട് പാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം നിലച്ചു. തൃശൂർ അതിരൂപത ദർശന സഭാ സമൂഹത്തിന്റെ 15ാമത് സംഗമവും പൊതുസമ്മേളനവും മാർച്ച് 15-ന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള പ്രവാസി സംഘം കൊടകര ഏരിയയിലെ വരന്തരപ്പള്ളി, പാലപ്പള്ളി, നന്ദിപുലം മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.